ഹായ് ഫ്രണ്ട്സ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ അവിയലിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് നോക്കാം. ഈ അവിയലിന് ചേർക്കുന്ന പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ നീളത്തിലാണ് അരിയുന്നതെന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഇതിൽ പ്രധാനമായിട്ട് ചേർക്കുന്ന പച്ചക്കറി എന്ന് പറയുന്നത് വാഴയ്ക്ക, ചേന, അച്ചിങ്ങാപ്പയർ, മുരിങ്ങക്കായ ഇതൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മഞ്ഞൾ തിരുമിയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയാണ് ചേർക്കുന്നത്. ഒരു മാങ്ങയുടെ പകുതിയാണ്. അതിൻ്റെ കളർ മാറി തുടങ്ങി, പക്ഷെ നല്ല പുളി ഉള്ളതുകൊണ്ട് ഇത് ചേർക്കുന്നു. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങയ്ക്ക് പകരം വേണമെങ്കിൽ തൈര് അല്ലെങ്കിൽ വാളംപുളിയുടെ നീര് ചേർക്കാം. അതാണെങ്കിൽ അവസാനം ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൺചട്ടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം ഈ പച്ചക്കറിയുടെ വെള്ളം എല്ലാം ഇറങ്ങി വരും. വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരണം. അങ്ങനെ ഒരു ആവി കയറി തുടങ്ങിയതിന് ശേഷം മാത്രം നമ്മളിത് മൂടി വെച്ച് വേവിക്കാവുള്ളൂ. ഇപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. ഇതിനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, കാരണം ഇതിൻ്റെ അടിയിൽ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തുറന്നിട്ട് ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. അടിയിൽ പിടിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇതിലേക്ക് പച്ചക്കറി ചേർക്കുമ്പോൾ സവോളയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും വളരെ കുറച്ച് മാത്രം ചേർക്കുന്നതാണ് നല്ലത്. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് രണ്ടും. ഞാൻ മുരിങ്ങക്കായ മാത്രം പകുതി വെന്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി അവിയലിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് ഈ ചുവന്നുള്ളി. ചുവന്നുള്ളി ധാരാളമായിട്ട് ചേർക്കാം. ചുവന്നുള്ളിയും കറിവേപ്പിലയും ഉപ്പും കൂടി ചേർത്തൊന്ന് ചതച്ചെടുത്തിട്ട് വരിക. ചുവന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം ചതച്ചെടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂടി തുറന്ന് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇളക്കിയിട്ടതിന് ശേഷം നടുക്ക് ഇങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് ആ സ്പേസിലോട്ട് നമ്മൾ ചതച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള പച്ചക്കറി വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് വയ്ക്കുക. ഇനി വീണ്ടും നമ്മളിത് പഴയ പോലെ തന്നെ മൂടി വെച്ച് വേവിക്കണം. ഇനി ഈ പച്ചക്കറി എല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി എടുക്കണം. ഒരു 5-6 ചുവന്നുള്ളി വരെയൊക്കെ എടുക്കാം. അതുപോലെ പച്ചമുളക് 2-3 പച്ചമുളക് എടുക്കുക. പിന്നെ ധാരാളമായിട്ട് കറിവേപ്പില വേണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കണം. പിന്നെ തേങ്ങ ഞാനിവിടെ 1 തേങ്ങയുടെ മുറി ആണ് എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം നമ്മൾ ഈ തേങ്ങ ഒഴികെയുള്ള ബാക്കിയെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ശരിക്ക് അരഞ്ഞു പോവരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മാത്രം മതി, കൂടുതലായിട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല അവിയലിന്. നമ്മളിത് ഇളക്കിയിടാൻ വേണ്ടിയിട്ട് ഓരോ തവണ തുറക്കുമ്പോഴും ഈ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ടെന്ന് ഓരോ പച്ചക്കറിയും എടുത്ത് നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. ഇങ്ങനെ ജസ്റ്റ് സ്പൂൺ വെച്ച് തന്നെ മുറിച്ച് നോക്കിയാൽ മതി മുറിയുന്നുണ്ടോയെന്ന്. പച്ചക്കറിയെല്ലാം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുക. പക്ഷേ ഇതിൽ വെള്ളം വറ്റിയിട്ടില്ല, കുറച്ച് വെള്ളം കൂടി വറ്റാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മളിത് തുറന്ന് വെച്ചിട്ട് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ കുറച്ച് വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ. അത് ഇനി ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ ഇരുന്ന് വറ്റാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ചേർത്തതിന് ശേഷം നമ്മളിപ്പോൾ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് മാത്രം മൂടി വെച്ചാൽ മതി. അതായത് ഈ തേങ്ങയിൽ ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മാത്രം മതി. അതേ നേരം അത് വേവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തേങ്ങയൊന്ന് ചൂടായി അതിൽ ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം.
ഞാൻ കുറച്ച് പച്ചവെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഈ പച്ചവെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഈ കഷ്ണം അധികം അങ്ങ് ഉടഞ്ഞു പോവാതെ സൂക്ഷിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് ഈ ചട്ടിയിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. അങ്ങനെ ഒതുക്കി വെച്ചതിന് ശേഷം വീണ്ടും നമുക്കിതിൻ്റെ മുകളിലോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പച്ച വെളിച്ചെണ്ണ വെച്ച് ഈ അവിയലിൻ്റെ മുകൾ ഭാഗം മൊത്തം ശരിക്കൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് ഇത് വീണ്ടും മൂടി വെക്കണം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ അവിയലിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ വേവിക്കാൻ നേരത്തെ ചുവന്നുള്ളി ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് തേങ്ങയുടെ അരപ്പിൻ്റെ കൂടെ ചേർക്കുന്ന ചുവന്നുള്ളി, പച്ച കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം. പിന്നെ ലാസ്റ്റ് ഒഴിക്കുന്ന പച്ച വെളിച്ചെണ്ണ. ഈ 3 കാര്യങ്ങളാണ് ഈ അവിയലിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.